ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അതായത് 10th പ്രിലിംസിന്റെ 4ാമത്തെ സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായി പോകുന്നത്. 73/26 ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ എക്സാം മാത്സ് ഒക്കെ വളരെ ഈസി ആയിരുന്നു അല്ലേ? നമുക്ക് അത്യാവശ്യം നമ്മുടെ ആ ഒരു സീരീസ് ഒക്കെ കണ്ടവർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന എല്ലാം അതേ ഒരു പാറ്റേൺ ആയിരുന്നു. അതായത് ഞാൻ പഠിപ്പിച്ചത് വന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാര്യം എല്ലാം PYQs തന്നെയായിരുന്നു. ജസ്റ്റ് ഡിജിറ്റ് മാറ്റിയൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത്യാവശ്യം PYQs മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തവർക്ക് 20ൽ 20 അല്ലെങ്കിൽ ഒരു 18+ എല്ലാവർക്കും നേടാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇന്നത്തേത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ തന്നെ ബാക്കി കെമിസ്ട്രി ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്ലാസ്സുകൾ, കെമിസ്ട്രിയുടെ ആ ഒരു PYQ സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മണിക്കൂറത്തെ ഒരു ക്ലാസ്, ഒരു കണ്ടിന്യൂസ് ക്ലാസ്. ആ ഒരു സീരീസ് കണ്ടവർക്ക് അത്യാവശ്യം കെമിസ്ട്രിയിൽ നിന്ന് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കാണും. അത് ഈ ഫേസ് മാത്രമല്ല, ഇതിന് മുമ്പ് നടന്ന ഫസ്റ്റ് ഫേസിലും അതേപോലെ സെക്കൻഡ് ഫേസ് ക്യാൻസൽ ചെയ്ത സെക്കൻഡ് ഫേസിലും ഒക്കെ അതിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അടുത്ത ഫേസ് ഉള്ളവര് ഇനി 5ാമത്തെ നമ്മുടെ സെക്കൻഡ് ഫേസ് ക്യാൻസൽ ചെയ്തവർക്ക് ഓഗസ്റ്റ് 22-ാം തീയതി എക്സാം ഉണ്ട്. അവർ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ഒന്ന് കയറി കണ്ടിട്ട് പോകണം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് അതിൽ നിന്ന് ആ കെമിസ്ട്രി ഫിസിക്സ് ഏരിയയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഇതെന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണേ, എനിക്കും ഉണ്ടായിരുന്നു ഇന്ന് എക്സാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 27/9 + 6 × 4 - 6 അല്ലെ? നമുക്കറിയാം ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് എക്സാം അല്ലെ. എപ്പോഴും നമ്മൾ ബോർഡ് മാസിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം എന്താണ്, ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. സോ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. 27/9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 ആണ്. അതായത് ഇത്രയും പൊസിഷൻ എന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. ഇനി എന്ത് വരണം? 3 ഇനി എന്താണ്? 6 × 4 എത്രയാണ്? 24 - 6 എന്ന് വരും. അതായത് 27 - 6 ആണ് ആൻസർ. എത്ര വരണം? 21 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 3/4 + 1/6 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 3/4 ഒന്നുകിൽ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് വരും? ഇങ്ങനെ ക്രോസ് ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ഇത് തമ്മിൽ ചെയ്യുക. അങ്ങനെയല്ലേ ചെയ്യേണ്ടത് നമ്മൾ? 18 + 4 ഡിവൈഡഡ് ബൈ 6 4 24 എന്ന് വരും. 18 4 എത്രയാണ്? 22/24 വരും. 2 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11/12 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 6.5 × 0.28 × 0.5 ഡിവൈഡഡ് ബൈ 0.07 × 0.13 × 2.5. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നോക്കുക, പോയിന്റ് കഴിഞ്ഞ ഡിജിറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 1, അതായത് ടോട്ടൽ 4 ഉണ്ട്. താഴെ നോക്കിക്കേ, 1 2 3 4 5 ആണ് താഴെയുള്ളത്. ഓക്കെ, ഇനിയിപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഇതങ്ങ് ഇല്ലാണ്ട് അങ്ങ് എഴുതിക്കോ. 65 × 28 × 5 എന്ന് എഴുതിക്കോ. ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 7 × 13 × 25 എന്ന് എഴുതിക്കോ. ഈ ഒരു പോയിന്റ്, ഒരു മിസ്സിംഗ് ആയ പോയിന്റിങ് അവിടെ ഉണ്ട്, അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? നമുക്കറിയാം 13-നെ ഇതിനെ തമ്മിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റും. എത്രയാണ്? 13 5 ആണ് 65 എന്ന് പറയുന്നത്. ഇനി 25ഉം 5ഉം കൂടി കട്ട് ചെയ്ത് കളയാം. എത്ര തവണ? 5 25 ആണ്. ഇനി എന്താണ്? ഇതും കൂടി കട്ട് ചെയ്ത് കളയാം. ആൻസർ എത്ര വരും? 7 4 28 ആണ് വരേണ്ടത്. ഈ 5ഉം കൂടി കട്ട് ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എത്ര കിട്ടി? 4 കിട്ടി. ഇനി എന്താണ് ഇവിടെ പോയിന്റ് അല്ലെ? ഇവിടെ 4 ആയിരുന്നു പോയിന്റ് ഡിജിറ്റുകളുടെ എണ്ണം. താഴെ എത്രയാണ്? 5. അപ്പൊ എന്ത് ചെയ്യണം? അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മുകളിൽ എന്ത് ചെയ്യണം? ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. സോ ആൻസർ എത്ര വരും? 40 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. മുകളിലുള്ള പോയിന്റുകളുടെ എണ്ണം വെച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യണം? ഉള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം. അതായത് ഇപ്പൊ 65 × 28 എന്ന് എഴുതുക. ഡിവൈഡഡ് ബൈ 7 × 13 എന്ന് എഴുതുക. അല്ലെ, ഇവിടെ ഏതാണോ പോയിന്റ്, എവിടെയാണോ കുറവുള്ളത് അല്ലെങ്കിൽ കൂടുതലുള്ളതിന് നമ്മളൊന്ന് ഓക്കെ ആക്കിയാൽ മതി. മുകളിലും താഴെയായിട്ട്. ഇവിടെ എന്താണ്? മുകളിലൊന്ന് കുറവായിരുന്നു അല്ലെ? അപ്പൊ അവിടെ എന്ത് ചെയ്യണം? × 10 അവിടെ ചെയ്യണം. അത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് നോക്കാം. 35². ഇത് ഞാൻ ഒത്തിരി തവണ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതൊക്കെ പരീക്ഷാ ഹാളിൽ പോയിരുന്ന് 35 × 35 ചെയ്ത് ഒത്തിരി പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ലേറ്റ് ടൈം കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ നിങ്ങൾ സമയം കളയരുത്. 35 × 35 ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയാണ് 35ന്റെ സ്ക്വയർ? 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? 5ന്റെ സ്ക്വയർ 25. 3 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ എഴുതുക. 4 × 3 എത്രയാണ്? 12. 1225 ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
45ന്റെ സ്ക്വയർ എങ്ങനെ എഴുതാം നമുക്ക്? 5ന്റെ സ്ക്വയർ 25, 4 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ 5, 4 × 5 എത്രയാണ്? 20, 20 25 45ന്റെ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ 85ന്റെ സ്ക്വയർ എത്രയാണ്? ഇതേപോലെ പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ 85ന്റെ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. റൂട്ട് 841 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എളുപ്പ വഴിയുണ്ട്, ഇതൊന്നും ചെയ്ത് ഇപ്പൊ 29 ചെയ്ത് നോക്കി ഒന്നും ചെയ്യണ്ട. 30 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ 9, അപ്പൊ 900 ആണെന്നറിയാം. ഇത് അതിലും ചെറിയ നമ്പറാണ്, അപ്പൊ എന്താ 31 അല്ല എന്ന് മനസ്സിലായി. ഇനി എന്താണ്? 7 അവസാനിച്ചിട്ടുണ്ട് അല്ലെ. 7ന്റെ സ്ക്വയർ എത്രയാണ്? 49 ആണ്. അപ്പൊ ഈ എത്രയോ ഡിജിറ്റ് ആണെങ്കിലും അതിന്റെ എൻഡ് ചെയ്യുന്നത് 9-ലായിരിക്കും. ഇവിടെ എത്രയാണ്? 23ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3ന്റെ സ്ക്വയർ 9 ആണല്ലോ. അപ്പൊ ഇവിടെ ഫ്രണ്ടിൽ എന്ത് വന്നാലും അത് എൻഡ് ചെയ്യുന്ന നമ്പർ എത്രയിലായിരിക്കും? 9-ലായിരിക്കും. ഇവിടെ നോക്കിക്കേ, 29ന്റെ സ്ക്വയർ, അപ്പൊ 9ന്റെ സ്ക്വയർ 81 ആണല്ലോ. അപ്പൊ ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന നമ്പർ 1 ആയിരിക്കും. ബാക്കി ഒന്നും വരുന്നില്ല. അപ്പൊ തന്നെ ആൻസർ അറിയാം, ഓപ്ഷൻ എ ആണെന്ന്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ വേറെ ഒന്നും തന്നു, 19 തന്നു. അപ്പോഴും നമുക്ക് കണ്ടുപിടിക്കും. ഇപ്പൊ 19 തന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. 19 എന്ന് പറയുമ്പോൾ 20ന്റെ സ്ക്വയർ 400 ആണെന്ന് അറിയാം. അപ്പോഴും നമുക്ക് അതല്ല എന്നറിയാം. ഓക്കെ, അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് 25ന്റെ സ്ക്വയർ 625 ആണ്. 30ന്റെ സ്ക്വയർ എന്താണ്? ഈ പറയുന്ന 900 ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഇതിന്റെ ഇടക്കുള്ള നമ്പേഴ്സ് ആയിരിക്കണം വരേണ്ടത്. അങ്ങനെയൊക്കെ ലോജിക്കൽ ചിന്തിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ എക്സാം ഹാളിൽ ഇരുന്ന് ഇതൊക്കെ ചെയ്ത് സമയം കളയരുത്. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്ര? 10 എണ്ണൽ സംഖ്യകളാണ് പറഞ്ഞിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ തുക, അതേപോലെ ശരാശരി, അതേപോലെ ഒറ്റ സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ ശരാശരി ഒക്കെ പഠിച്ചു വെക്കണം. 10 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1 / 2 ആണ്. ശരാശരി എന്ന് പറയുന്നത് n+1 / 2 ആണ്. 10 എണ്ണൽ സംഖ്യകളാണ്. സോ 10 + 1 / 2 എന്ന് വരും. അതായത് 11/2, 5.5 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് പഠിച്ചോളണം. കാര്യം ഇത് പരീക്ഷകൾക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നോക്കിക്കേ, ആദ്യത്തെ n എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് n × n+1 / 2 ആണ്. തുക ഡിവൈഡ് ബൈ എണ്ണമാണല്ലോ ശരാശരി. സോ n × n+1 / 2 ഡിവൈഡഡ് ബൈ n എന്നല്ലേ വരേണ്ട, തുക ബൈ എണ്ണം. സോ ഈ എന്നും എന്നും ക്യാൻസൽ ആയി പോകും. സോ ശരാശരി എന്ന് പറയുന്നത് n+1 / 2 ആണ്. ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, ബാക്കി നമുക്ക് ചെയ്യാൻ എളുപ്പം ഉണ്ടാകും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. ശരാശരി എന്ന് പറയുന്നത് n ആണ്. ഇരട്ട സംഖ്യകളാണെങ്കിൽ n × n+1 ആണ്. അങ്ങനെയാണെങ്കിൽ ശരാശരി ഈ ഒരു n അങ്ങ് കട്ടായി പോകും, n+1 ആകും. എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ, അതായത് എന്താണ്? 1² + 2² + 3² എക്സെട്ര എന്ന് വരുവാണെങ്കിൽ അത് n × n+1 × 2n+1 / 6 ആണ്. ഈ ഒരു n അങ്ങ് കട്ടായി പോകും, അതാണ് ശരാശരി എന്ന് പറയുന്നത്. എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകൾ 1³ + 2³ + 3³ ഇങ്ങനെയാണെങ്കിൽ തുക എന്ന് പറയുന്നത് n × n+1 / 2 അതായത് എങ്ങനെ വരും? ഹോൾ സ്ക്വയർ ആണ്. അതായത് n² × n+1 / 2 എന്നാണ്. ഇങ്ങനെയാണ് വരേണ്ടത്. ഇവിടുന്ന് ഒരു n ആണ് കട്ടായി പോകുന്നത്, അതുകൊണ്ടാണ് n × n+1 / 2 എന്ന് പറയുന്ന ശരാശരി കിട്ടുന്നത്. ഈ ഒരു ബോക്സ് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്തെങ്കിലും ചെയ്തു വെച്ചോ. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾ ഇങ്ങനെ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് മായ്ച്ചു കളഞ്ഞു തരാം, വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നെക്സ്റ്റ് നോക്കാം. 1500 രൂപ വിലയുള്ള കസേര 15% ലാഭം കിട്ടുവാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 100 എന്ന് പറയുന്നത് 1500 ആണെങ്കിൽ 15% ലാഭം എന്ന് പറയുന്നത് 115 എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ്? നോക്കിക്കേ, ഒരു സംഖ്യയുടെ 10% എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 1500ന്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 0 അങ്ങ് കളഞ്ഞാൽ മതി. അപ്പൊ എത്ര വരും? 180 വരും. ഓക്കെ, ഇനി എന്താണ്? അതിന്റെ 5% കൂടി വേണമല്ലോ. 5% എന്ന് പറയുമ്പോൾ എത്രയാണ്? 10% 150 ആണെങ്കിൽ 5% എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി 75 ആയിരിക്കുമല്ലോ പകുതി വരേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യണം? ഈ 75 കൂടി കൂട്ടി വെക്കണം. അതായത് ഇവിടെ 5, 5 7 12, 1 വരും. 225 രൂപയാണ് 15%. സോ 1500 രൂപ വിലയുള്ള ഒരു സാധനത്തിന് 225 കൂടി കൂട്ടിയാൽ മതി. 1725 രൂപയ്ക്ക് വിറ്റാൽ അയാൾക്ക് എന്ത് ലഭിക്കും? 15% ലാഭം ലഭിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
18, 90, 108 എന്നീ സംഖ്യകളുടെ ഉസാഗ എന്ന് പറയുമ്പോൾ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് ചെയ്യേണ്ടത്? 18, 90, 108. നമ്മൾ എന്ത് ചെയ്യണം? LCM കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ചെയ്യണം. ഇവിടെ 2 കൊണ്ട് ചെയ്താൽ ഇവിടെ എത്ര വരും? 9 വരും. ഇവിടെ 45 വരും. ഇവിടെ എത്രയാണ് വരേണ്ടത്? 54 എന്ന് വരും 2 കൊണ്ട് ചെയ്യുമ്പോൾ. എഗെയിൻ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? 3 വരും. ഇവിടെ 15 വരും. ഇവിടെ 54 എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു തവണ 18 വരും. 18 3 അല്ലേ? 18 3 24 54. എഗെയിൻ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. ഇവിടെ 15ൽ 3 എന്ന് പറയുന്നത് 5 തവണയാണ്. ഇവിടെ എത്ര വരും? 6 തവണ. ഇനി നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ HCF എന്ന് പറയുന്നത് ഇത് തമ്മിൽ ഗുണിച്ചാൽ മതി. LCM എന്ന് പറയുമ്പോൾ എന്താ? ഇതും കൂടി കൂട്ടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 6, 6 × 3 18. സോ HCF എന്ന് പറയുന്നത് 18 ആണ്. ഒരു ലോറിയുടെ ശരാശരി വേഗത 56 km/h ആണെങ്കിൽ ആ ലോറി 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട്, ഈസി അല്ലേ ക്വസ്റ്റ്യൻ? 56 കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ 3 മണിക്കൂറിൽ എത്രയായിരിക്കും? 6 3 18, 6 5 അല്ലെ? 3 15, 15 1 16 വന്നു. 56 × 3 ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു മണിക്കൂറിൽ 56 കിലോമീറ്റർ, 3 മണിക്കൂറിൽ എത്രയായി? 128 കിലോമീറ്റർ. ഇനി നമുക്കറിയാം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 4 15കൾ കൂടിച്ചേരുമ്പോഴാണല്ലോ ഈ പറയുന്ന 60 മിനിറ്റ് എന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൽ നമുക്കറിയാം 56 ആണെങ്കിൽ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിനെ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന 56നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. എളുപ്പമല്ലേ? അപ്പോൾ ഇവിടെ എത്ര വരും? നമുക്കിവിടെ ആൻസർ ആയിട്ട് 14 വരും അല്ലേ? ഒരു തവണ 4 16 14. ഇവിടെ എന്ത് ചെയ്യണം? 15 മിനിറ്റും കൂടി കൂട്ടണം. സോ 14, 8 4 12, 2 ശിഷ്ടം 1, 6 1 7, 7 1 8, 182. സോ ഓപ്ഷൻ ബി 182 കിലോമീറ്റർ ആണത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 2 സംഖ്യകളുടെ ഉസാഗ 25, ലസാഗു 1500, ഒരു സംഖ്യ 50 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഇത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2 സംഖ്യകളുടെ HCF-ഉം LCM-ഉം തന്നിട്ടുണ്ട്. ഒരു സംഖ്യയും തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മറ്റേ സംഖ്യ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം HCF × LCM, 2 സംഖ്യകളുടെ HCF-ഉം LCM-ഉം തമ്മിൽ ഗുണിക്കുന്നതും ആ സംഖ്യകളുടെ പ്രൊഡക്റ്റിന്റെയും കൂടി ഗുണനഫലം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്കറിയാം 25 × 1500 ഡിവൈഡ് ബൈ 50 ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ സംഖ്യ കിട്ടും. ഇവിടെ എന്ത് ചെയ്യും? 0 0 കൂടി കട്ടായി പോകും. 5ഉം 15ൽ എത്ര തവണ? 3. 25 3 75, ഒരു 0 കൂടി ഉണ്ട്. സോ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 750 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 1 2 4 എന്ന ശ്രേണിയിലെ 10ാം പദം. സമാന്തര ശ്രേണി എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രേണി എന്നാണ്. സമാന്തര ശ്രേണി ആവണമെങ്കിൽ എന്ത് വേണ്ടി വന്നേനെ? അതിനൊരു ഓർഡർ, ഫിക്സഡ് നമ്പർ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്ത് പോകേണ്ടത്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല. സോ ഇവിടെ നമുക്ക് നോക്കാം. 1 2 4. 2 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? എനി നമ്പർ റേസ് ടു 0 1 ആണ്. ഇനി നമുക്കറിയാം 2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 എന്ന് പറയുന്നത് എത്രയാണ്? 4. ആ ഒരു പാറ്റേൺ അല്ലേ പോയിരിക്കുന്നത്. സോ 2ന്റെ ക്യൂബ് 8 വരും. ഇരട്ടി എഴുതി പോയാൽ മതി. 2 4 16 വരും. 2 എന്ന് പറയുന്നത് 32 വരും. 2 എന്ന് പറയുന്നത് 64 വരും. 2 എന്ന് പറയുന്നത് 128. ഇരട്ടി എടുത്താൽ മതി. 2ന്റെ പവർ അല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 256 വരും. 2 എന്ന് പറയുന്നത് 512 വരും. 2 എന്ന് പറയുന്നത് 1024 വരും. ഇവിടെ ഈ 1024ലേക്ക് പോയിട്ട് തെറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്ന 10ാം പദമാണല്ലോ. പക്ഷെ ഇത് ചോദിച്ചിരിക്കുന്ന 10ാം പദം എന്നാണ്. ഇതാണ് നമ്മുടെ 1ാം പദം. കണ്ട 0 വന്നതാണ് 1ാം പദം. അപ്പൊ 1 2 3 4 5 6, ഇവിടെ എന്ത് വരും? 7 8 9. ഇതാണ് നമ്മുടെ 10ാം പദം എന്ന് പറയുന്നത്. ഇതാണ് 10ാം പദം. ഓക്കെ, അപ്പൊ ആൻസർ എത്രയാണ്? 512 ആണ്. നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുത്. ഭിന്നസംഖ്യകളുടെ ചെറുത് വലുത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 2/5 എന്ത് ചെയ്യണം? എല്ലാത്തിന്റെയും മുകളിൽ ഒരു 0 അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 30/4. ഇവിടെ എത്ര വരും? 20/1.
ഇവിടെ ആൻസർ എത്ര വരും? 20/5 എന്ന് പറയുന്നത് 4 ആണ്. 70/10 എന്ന് പറയുന്നത് 7 ആണ്. 30/4 എന്ന് പറയുന്നത് 7, 4, 28, 7 പോയിന്റ് സംതിങ് എന്ന് വരും. 20/1 എന്ന് പറയുന്നത് 20 ആണ്. നമുക്ക് വേണ്ടത് ചെറുതാണല്ലോ. സോ ഏതായിരിക്കും ഏറ്റവും ചെറുത്? 4 ആണ്. അതായത് ഓപ്ഷൻ ബി 2/5 ആണ് ഇവിടെ ചെറുതായിട്ട് വരേണ്ടത്. രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ 5 ഇരട്ടിയാണ്. സംഖ്യകളുടെ തുക 16 ആയാൽ ചെറിയ സംഖ്യ എന്ത്? രണ്ട് സംഖ്യയുണ്ട്. ഒരു സംഖ്യ x ആണെങ്കിൽ മറ്റേ സംഖ്യ എന്ന് പറയുന്നത് ആദ്യത്തേതിന്റെ 5 ഇരട്ടിയാണ്. ഇവയുടെ തുക 96 ആണ്. ഓക്കെ, അപ്പൊ 6x എന്ന് പറയുന്നത് എത്ര വരും? ഇവിടെ 96 എന്ന് വരും. ഇവിടെ x എന്ന് പറയുന്നത് 96 ഡിവൈഡ് ബൈ 6 ആണ്. അതായത് ഇവിടെ എത്രയാണ് വരേണ്ടത്? 1 വരും. 6 6 36 അല്ലെ? ഇവിടെ 1 വരും. നമുക്കിവിടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 1 വരും, റിമൈൻഡർ 3 വരും. 36 എത്ര തവണ? 6 തവണ. അപ്പം 16 ആണ് സംഖ്യ എന്ന് പറയുന്നത്. ഒരു സംഖ്യ 16, മറ്റേ സംഖ്യ 16 × 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ എത്ര വരും? ഓപ്ഷൻ എ 16 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. ടീച്ചറുടെ വയസ്സും കൂടി കൂട്ടിയാൽ ശരാശരി വയസ്സ് 2 കൂടുമെങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12. സോ ആകെ വയസ്സ് എന്ന് പറയുന്നത് 240. ടീച്ചറും കൂടി കൂടി, അപ്പൊ ഇവിടെ എത്രയായി? 21 ആയി. ശരാശരി 2 കൂടി 12 എന്നുള്ളത് 14 ആയി. അപ്പൊ 21 × 14 എന്ന് പറയുമ്പോൾ എത്രയാണ് വരേണ്ടത്? 21 × 14, ഒരു 4 4, 8, 1 2, 294 ആണ് ടീച്ചറും കൂടി കൂടി വരുമ്പോഴേക്കും. ഇനി ഇവരുടെ വ്യത്യാസം കണ്ടാൽ മതി. 294 നിന്ന് 240 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടീച്ചറുടെ വയസ്സായ 54 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒറ്റയാനെ കണ്ടെത്തുക. 343 ഇതാണ് ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത്. മേ ബി ഇത് ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ട്. കാര്യം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും നിങ്ങൾ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. അവിടെ ഇരുന്ന് തലപുകഞ്ഞ് ആലോചിച്ച് 7 ക്യൂബാണ് 343 എന്ന് പറയുന്നത്. തലപുകഞ്ഞ് ആലോചിച്ച് വരുമ്പോഴേക്കും ഞാനൊരു ലോജിക്ക് കണ്ടെത്തി. പക്ഷേ വേറൊരാൾ പുതിയ ലോജിക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും PSC മിക്കപ്പോഴും ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്താണ് ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിൽ കൂടുതൽ സമയം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുത്തിയിരുന്ന് കണ്ടുപിടിച്ചോ. 2x + 1 = 1024 ആയാൽ എക്സിന്റെ വാല്യൂ എത്ര? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സംഖ്യ, രണ്ട് സംഖ്യകളെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ബേസ് സെയിം ആയിരിക്കണം. അപ്പൊ ഈ പറയുന്ന 1024, അത് ഞാനിപ്പോ കുറച്ചു മുമ്പ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ചെയ്തവർക്ക് ഇത് ഇവിടെ വരുമ്പോൾ എളുപ്പമായിരിക്കും. കാര്യം 2:10 നമ്മൾ 1024 എന്ന് പറയുന്നത്. അതായത് 2x + 1 = 2:10 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം? പവേഴ്സിനെ ഇക്വേറ്റ് ചെയ്യാം. x + 1 എന്ന് പറയുന്നത് 10 ആണ്. x എന്ന് പറയുന്നത് 10 - 1 ആണ്. അതായത് 9 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ഇതിങ്ങനെയല്ല ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന 1024നെ ഇങ്ങനെ 2ന്റെ ബേസിലോട്ട് മാറ്റണം. ഇവിടെ എത്ര വരും? 512 വരും. ഇവിടെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 256 വരും. എഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 128 വരും. എഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 64 വരും. 2 കൊണ്ട് ചെയ്താൽ 32 വരും. 2 കൊണ്ട് ചെയ്താൽ 16 വരും. 2 കൊണ്ട് ചെയ്താൽ 8 വരും. 2 കൊണ്ട് ചെയ്യുമ്പോൾ 4, 2, 2 അല്ലേ? നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണമാണ് വരുന്നത്. 2:10 ആണ് 1024 എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ നിന്ന് നമ്മൾ 1 കുറച്ചാണ് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നത്. ഒരു വരിയിൽ കിരൺ മുന്നിൽ നിന്ന് 8ാമതും പിന്നിൽ നിന്ന് 25ാമതുമാണെങ്കിൽ വരിയിലാകെ എത്ര പേർ? എങ്ങനെയാണ് ടോട്ടൽ കണ്ടുപിടിക്കുന്നത്? എത്ര തവണ പറഞ്ഞു തന്നിട്ടുണ്ട്? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ആണ്. സോ ഇവിടെ എന്ത് ചെയ്യണം? 8 + 25 - 1, 8 × 25 33 - 1 32 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. പ്ലസ് എന്നാൽ ഡിവിഷനും മൈനസ് എന്നാൽ, നോക്കിക്കേ, പ്ലസ് എന്നാൽ ഡിവിഷൻ, മൈനസ് എന്നാൽ ഇൻറ്റു എന്നാൽ പ്ലസ് ആണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പ്ലസ് എന്നാൽ എന്താണ്? ഡിവിഷൻ ആണ്. മൈനസ് എന്നാൽ എന്താണ്? ഇൻറ്റു ആണ്. ഇൻറ്റു എന്നാൽ എന്താണ്? പ്ലസ് ആണ്. സോ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? 100 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 20 + 5 എന്ന് വരും. 100 ഡിവൈഡ് ബൈ 10 എത്രയാണ്?
10 ഇൻറ്റു 20 പ്ലസ് 5, 10 ഇൻറ്റു 20 എന്ന് പറയുന്നത് 200 200 പ്ലസ് 5 205 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്ത പദം കണ്ടെത്തുക. BEGJMORUW. ഇവിടെ നമുക്ക് ജസ്റ്റ് ABCD നമുക്ക് എഴുതി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ABCDFGHIJKLMNOPQRSTUVWXYZ. ഇവിടെ തന്നിരിക്കുന്ന ആദ്യം ബി ആണ് അല്ലേ, ബി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് നോക്കിക്കേ, ഇയും ജിയും ആണ് വന്നിരിക്കുന്നത്. ഇയും ജിയും ആണ് അടുത്തടുത്ത് വന്നിരിക്കുന്നത്. സോ നോക്കിക്കേ, ഇയും ജിയും അടുത്തടുത്ത് വന്നു കഴിയുമ്പോൾ നോക്കിക്കേ, ഇ കഴിഞ്ഞിട്ട് എഫ് ഇല്ല, ജി ആണ്. ഇനി ബി കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് വരുമ്പോഴേക്കും ജെ ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ജെ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ജെ എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ബി കഴിഞ്ഞിട്ട് 1 2 3 4 5 6 7 8, എട്ടാമതാണ് ജെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കാം, 1 2 3 4 5 6 7 8, എട്ടാമത് വന്നിരിക്കുന്നത് 6 ആണ്. ഓക്കെ ആണല്ലോ. ഇനി അപ്പൊ 6ൽ നിന്ന് എട്ടാമത് പോകണം. 1 2 3 4 5 6 7 8. ഇസഡ് ആണ് ആദ്യം വരേണ്ടത്. സോ ഇസഡ് ആദ്യം വരുമ്പോഴേക്കും ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പിന്നെ എന്താ, സെക്കൻഡ് ലോജിക്കും കൂടി നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്, ഇ ജി ആണ് അല്ലെ വന്നിരിക്കുന്ന. നെക്സ്റ്റ് എന്താണ് വന്നിരിക്കുന്നത്, MO ആണ് വന്നിരിക്കുന്നത്. MO കണ്ട, MO. അടുത്ത ഏതാണ് വരേണ്ടത്, MO കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് ഇവിടെ UW. അടുത്തടുത്ത് രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സ് അല്ലേ വന്നിരിക്കുന്ന, UW. സോ നെക്സ്റ്റ് വരേണ്ടത് ഏതാണ്, CE അല്ലേ വരേണ്ടത്, CE. അടുത്തത് വരേണ്ടത് CE ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അതായത് ബി കഴിഞ്ഞിട്ട് നോക്കിക്കേ എങ്ങനെയാണ് പോയിരിക്കുന്നത്, 2 എണ്ണം കഴിഞ്ഞിട്ടാണ് ഇ എടുത്തിരിക്കുന്നത്. ജെ കഴിഞ്ഞ് നോക്കിക്കേ 2 എണ്ണം കഴിഞ്ഞിട്ടാണ് എം എടുത്തിരിക്കുന്നത്. അടുത്തത് എന്താണ് വരേണ്ടത്, ഇസഡ്. ഇസഡ് കഴിഞ്ഞ് 2 എണ്ണം കഴിയണം അല്ലെ. 2 എണ്ണം കഴിയണം എന്ന് പറയുമ്പോൾ നോക്കിക്കേ നേരെ ഇങ്ങോട്ടേക്ക് വരും. എയും വേണ്ട ബിയും വേണ്ട, 2 എണ്ണം കഴിഞ്ഞ് 3ാമത്തെ നമ്പറാണ്. സോ സി ആണ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ഇത് നിങ്ങൾ മിക്കവാറും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, 1നും അല്ലെ തുടർച്ചയായ n ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1 ആണ്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ 50 ഇരട്ട സംഖ്യ എന്നല്ല വേണ്ടത്, 1നും 50നും ഇടക്കാണ്. അപ്പൊ നമുക്കറിയാം 1നും 50നും ഇടക്ക് നേരെ പകുതി എടുത്താൽ മതി. 25 ഇരട്ട സംഖ്യകളാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്, 1ഉം 50 ഉൾക്കൊള്ളാൻ പാടില്ല, 50നും ഇടക്കാണ് വേണ്ടത്. ഓക്കെ, 50 കൂടി കൂടുമ്പോഴാണ് ഈ പറയുന്ന 25 എണ്ണം വരേണ്ടത്. 50 നമുക്ക് എടുക്കാൻ പാടില്ല. സോ 24 ആണ് ഇവിടെ n എന്ന് പറയുന്നത്. സോ 24 × 25 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. n × n+1, 24 × 25. I4 20, ശിഷ്ടം 2 ആണ്. I2 10, 10 2 12, 24 8, 2 2 4. തെറ്റിയെവിടെയെങ്കിലും. 24 8, 2 × 2 4 ആണ് വരേണ്ടത്. 0 8 2 10, ശിഷ്ടം 1 വരും. ഇവിടെ തെറ്റിപ്പോയല്ല. 25 × 24, I4 20, ശിഷ്ടം 2 വരും. ഇവിടെ 10 ആണ്. ഓക്കെ, 25 4 100 അല്ലേ വരേണ്ടത്. നെക്സ്റ്റ് എന്താണ്, 5 × 2 10, 0 ശിഷ്ടം 1 വരും. 2 × 2 4, 4 1 5. ഓക്കെ, അതല്ലാട്ട് ആൻസർ. ഇവിടെ എന്ത് വരും, 0 0 5 1 6, 600 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു എക്സാം ആയിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി അതിന്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്